ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് നല്ലൊരു തക്കാളിക്കൊഞ്ച് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത്. ഇന്ന് കുറച്ച് ഞങ്ങളുടെ ഇവിടെ പറയണത് തക്കാളിക്കൊഞ്ച് എന്നാണ് ഇതിനെ. അപ്പോൾ നമ്മൾ തക്കാളിക്കൊഞ്ച് റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മൾ ആദ്യം തന്നെ കൊഞ്ച് നല്ലതായിട്ട് അതിൻ്റെ വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ സ്കിന്നും അതിൻ്റെ ബോഡിയൊക്കെ നീക്കം ചെയ്തിട്ട് നല്ല ക്ലീൻ ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയാണ് നമുക്ക് അതിൻ്റെ ബോഡി കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കൊഞ്ച്. ഇനി നമുക്ക് നല്ലതായിട്ടത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ് ചട്ടിയിലിട്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീനാണ്, ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിത് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. കണ്ടോ, നല്ല കഴുകി വെള്ളത്ത് നല്ല കുട്ടപ്പന്മാരെ കുളിച്ചിരിഞ്ഞ് വന്നിരിക്കുകയായത്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ സവാളയും ഇഞ്ചി വെളുത്തുള്ളി തക്കാളിയൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം, കട്ട് ചെയ്തെടുക്കണം. സവാള നീളത്തിൽ അങ്ങനെയുള്ള നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. ചെമ്മീൻ അത് ചെമ്മീൻ ഒന്ന് വേഗം വെക്കണം. എന്നിട്ട് നമ്മൾ ചെമ്മീൻ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു കൊടംപുളിയാണ് ഇത് ചേർക്കാൻ പോകുന്നത്. നമ്മളിതിലേക്ക് ഒരു 2-3 കഷ്ണം കൊടംപുളി ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നമ്മളിതൊന്ന് അടച്ച് നന്നായിട്ട് ഈ കൊഞ്ചൊന്ന് വേഗം വയ്ക്കണം. കൊഞ്ച് നമ്മൾ ഗ്യാസിലേക്ക് വേഗം വെച്ചതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. കൊഞ്ച് അവിടെ ഇരുന്ന് വതക്കെ നമുക്കതൊന്ന് ഒരു മൂടിയിട്ട് അടച്ച് വെച്ച് അവിടെ നിന്ന് വേകട്ടെ കേട്ടോ. അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യം നമ്മൾ ചീനിച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളതിലേക്ക് സവാള, നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുക സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒരു 4 സവാള ഉണ്ട്. ആ സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റുക. സവാള നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട് അതിലേക്കൊരു ശകലം ഉപ്പ് ചേർക്കണം. നല്ലതാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ശകലം ഉപ്പൊക്കെ ചേർത്ത് ആ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് വഴരട്ടെ. കുറച്ച് സവാള നന്നായിട്ടല്ല പകുതി വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സവാള ഇതുപോലെ നന്നായിട്ട് വഴണം. അപ്പം നമ്മളിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊടികളാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്നെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കറിയിലേക്ക് ചേർക്കാവൂ. ആ സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി വെക്കാം. തക്കാളി ഒന്ന് സവാള സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി സൈഡിൽ കിടന്ന് നന്നായിട്ട് വഴട്ടെ. അങ്ങനെ തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഒന്നിക്കുകയാണ്, സുഹൃത്തുക്കളെ അവർ ഒന്നിക്കുകയാണ്. രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത തക്കാളി സവാളയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ടൈമിൽ നമുക്ക് പൊടി വേറൊരു ചട്ടിയിൽ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. പൊടി നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ സവാള, തക്കാളി, പച്ചമുളക് അതൊക്കെ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. ആ മസാല നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വഴറ്റിയതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക്
നമ്മൾ നോക്കി ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമുക്ക് എത്ര ചാറ് വേണം അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് വേണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വഴറ്റി കൊടുക്കുക. അപ്പം നമ്മുടെ ചെമ്മീൻ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. കുടംപുളിക്കിട്ട് വെച്ച് നമുക്ക് ആ ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നല്ല ചെമ്മീൻ നല്ല കിടന്ന് ഇപ്പം മസാലയൊന്നും ചെമ്മീനിൽ പിടിച്ചിട്ടില്ല. കുറച്ച് കഴിയുന്ന സമയത്ത് ചെമ്മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ചെമ്മീൻ്റെ കളറൊക്കെ മാറി വരും. അപ്പോൾ അതേ നോക്കിയേ, ഇപ്പോഴത്തെ ചെമ്മീൻ്റെ കളറൊക്കെ നോക്കിയേ, ചെമ്മീൻ മസാലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് പിടിച്ച് നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റ് റെഡി. നിങ്ങൾക്ക് കുറച്ച് ആവശ്യാനുസരണം വേണമെങ്കിൽ ചാറിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പോൾ ഒന്നുകൂടെ റോസ്റ്റായിട്ട്